നമസ്കാരം, ധൂമിലേക്ക് സ്വാഗതം. ശ്രീ അനിൽ രാധാകൃഷ്ണ മേനോൻ, ധൂമിലേക്ക് സ്വാഗതം. ചിത്രം പ്രദർശനത്തിനെത്തി. ആദ്യം തൊട്ട് തന്നെ നമ്മൾ കേൾക്കുന്നതാണ് ഒരു ഫാൻറ്റസി ചിത്രമാണെന്ന്. ലോർഡ് ലിവിങ്സ്റ്റൺ 7000 കണ്ടി, നീണ്ട ഒരു പേര്, കാടിൻ്റെ പശ്ചാത്തലം, കുറേ എന്തൊക്കെയോ നിധി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു പരാമർശം ഉണ്ടായിരുന്നു. പക്ഷെ ചിത്രം കണ്ടിറങ്ങിയപ്പോൾ, ചിത്രം കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ പറയുകയാണ്, കൃത്യമായ ഒരു പൊളിറ്റിക്സ്, ഒരു രാഷ്ട്രീയം ഈ ചിത്രം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സംവിധായകന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കാം എന്താണ് രാഷ്ട്രീയം എന്ന്. ഇത് ഫാൻറ്റസി എന്ന് വിളിക്കണ്ട, ഒരു റിയലിസ്റ്റിക് ഫാൻറ്റസി എന്ന് വിളിക്കാം. ഞാൻ പറഞ്ഞ മാതിരി തന്നെ, മിനി പറഞ്ഞ മാതിരി തന്നെ ഒരു എൻ്റെ ഒരു പൊളിറ്റിക്സ് തന്നെയാണത്. ഡിഫോറസ്റ്റേഷൻ, പിന്നെ അതുമാതിരി ഇതിൽ പറഞ്ഞില്ല, ഞാൻ കുറേ സെറ്റയർ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടു വളർന്ന കുറേ ഇറിറ്റേഷൻസ് ഒക്കെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ പൊളിറ്റിക്സ്. നമ്മുടെ കാൽച്ചുവട്ടിലുള്ള മണ്ണ് ചോർന്നു പോകുന്നു. അതെ, മരങ്ങളില്ലാതാവുന്നു. അപ്പോൾ അത് കണ്ണടച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ മനുഷ്യന്മാരെല്ലാവരും. അപ്പം അതിൽ ആദ്യം തുടക്കത്തിലൊരു മെസ്സേജ് ഞാൻ, അതായത് പിന്നെ ചീഫ് സിയാറ്റിൽ പ്രസിഡന്റ് ഓഫ് അമേരിക്കയ്ക്ക് അയച്ചു കൊടുത്തൊരു ലെറ്ററാണ്. ഭൂമി മനുഷ്യൻ്റേതല്ല, മനുഷ്യൻ ഭൂമിയുടേതാണ്. അപ്പോൾ ആ ഒരു ബിലീഫാണ്. പിന്നെ ഇതൊന്നും കൊണ്ട് എവിടെയും പോകാനൊന്നും പോകില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒന്നും വേണ്ട നമുക്ക്, സത്യം പറഞ്ഞാൽ മണ്ണിലേക്ക് തന്നെയാണ് പോണത്. അപ്പം ആക്ട് നൗ ബിഫോർ ഇറ്റ് ഈസ് ടു ലേറ്റ്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യം. അതുമാത്രമല്ല, അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഡിവിഷൻസും പിന്നെ അതും ഇതും, ട്രൈ ടു യുണൈറ്റ് യുവർ സെൽഫ്. എല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫേസ് ചെയ്യണ പ്രോബ്ലംസ് ഒക്കെ നേരിടാമെന്നുള്ള ഒരു മെസ്സേജ് കൂടി ഉണ്ട് അതിൽ. അപ്പോൾ അതൊക്കെ കണ്ടെത്രത്തോളം മനസ്സിലാക്കും എന്നുള്ളതാണ്. നോർത്ത് കാതം, പിന്നെ സപ്തമശ്രീ തസ്കര, അതിനുശേഷം ഒരു സിനിമ വരുമ്പോൾ സംവിധായകന്റെ ഒരു കയ്യൊപ്പുള്ള ഒരു സിനിമയായി മാറുന്നുണ്ട് ലോർഡ് ലിവിങ്സ്റ്റൺ 7000 കണ്ടി. ആദ്യത്തെ ഒരു സിനിമ കൃത്യമായിട്ടും ദേശീയ പുരസ്കാരം നേടിയ ഒരു സിനിമയാണ്. അതിലും കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം താങ്കൾ കൊടുക്കുന്നുണ്ട്. ഓരോ സിനിമ എടുത്തു കഴിഞ്ഞാലും അതിൽ കൃത്യമായിട്ടൊരു സന്ദേശം കൊടുക്കുന്നുണ്ട്. ഈ ചിത്രത്തിന്റെ ഒരു ആശയം എപ്പോഴാണ് മനസ്സിൽ വന്നത്? ഇത് ഞാൻ ഈ പറയുന്ന ഡിസ്ട്രക്ഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇറ്റ്സ് സറൗണ്ടിങ് മീ. എൻ്റെ ചുറ്റുപാടൊക്കെ ഞാൻ കാണുന്നതാണ്. ഞാൻ ഒറ്റപ്പാലത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഭാരതപ്പുഴ ഒന്ന് പോയി നോക്കിയാൽ മതി. ഭാരതപ്പുഴയാണോ അതോ ഭാരതക്കാടാണോ എന്ന് എനിക്കറിയില്ല. വെറും പുല്ലും ഇതൊക്കെ ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം ഈ മഴക്കാലം, മഴ പെയ്യേണ്ടാത്ത സമയത്താണ് മഴ പെയ്യണത്. അപ്പം ഇറ്റ്സ് ടേക്കിംഗ് ഇറ്റ്സ് ടോൾ. നമ്മളീ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിരിക്കണം. അപ്പോൾ അത് ഒരു ചെറിയൊരു തുള്ളി എൻ്റർടൈൻമെൻറ്റ് ഇട്ടിട്ടെങ്കിലും അത് ആൾക്കാർക്കൊന്ന് ഞാൻ എന്താണ് എൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളതെന്ന് പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. കാടിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു സിനിമ എടുക്കുമ്പോൾ അത് വളരെ, ഇതിലെ ചില രംഗങ്ങൾ കണ്ടാൽ അറിയാം, കുറച്ച് സാഹസികമാണ്. അട്ടയുടെയും അങ്ങനെയൊക്കെയുള്ളൊരു കാടാണ്. എത്രത്തോളം സാഹസികമായിരുന്നു ഇത്രയും വലിയ ഒരു യൂണിറ്റുമായിട്ട് ഷൂട്ട് ചെയ്യുന്നത്? ഇത് സാഹസികം എക്സ്ട്രീം തന്നെയായിരുന്നു. കാരണം വലിയ യൂണിറ്റ് മാത്രമല്ല, ഇതിൽ ഒരു മാസീവ് സെറ്റ് ഇറക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാമം, 7000 കണ്ടിയെന്ന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ഗ്രാമമാണ്. ഈ ഗ്രാമം ഒരു മരത്തിൻ്റെ മുകളിലുള്ള ഒരു വില്ലേജ്, അതും ഒരു 3 തട്ടുകളായിട്ടുള്ള ഒരു വില്ലേജ്. അപ്പോൾ അങ്ങനത്തെ ഒന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ തന്നെ ഓൾമോസ്റ്റ് ഒരു 50-55 ഡേയ്സ് എൻ്റെ ആർട്ട് ഡയറക്ടർ ജ്യോതിഷ് ശങ്കറിന് എടുത്തുണ്ട്. അപ്പോൾ അതുകൂടാതെ ഈ ക്ലൈമറ്റിൻ്റെ എക്സ്ട്രീംസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇടുക്കിയിലാണ് അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ പെട്ടെന്ന് തണുപ്പാവും, പെട്ടെന്ന് മഴ പെയ്യും, പെട്ടെന്ന് കോട വരും. പിന്നെ വേറെ എക്സ്ട്രീംസ്, ഈ അട്ടകടി, പിന്നെ കൂടാതെ ഈ സർപ്പങ്ങൾ, ഒന്നിനും ഉപദ്രവിക്കാണ്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ ആ ഒരു എന്താണ്, ഒരു നല്ല പ്ലഷറായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടായിരുന്നു അവിടെ. അത് ശരിക്കും ആ ഒരു ഗ്രാമത്തിന് പരിചയപ്പെടുത്തുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഒരു ഗ്രാമം 7000 കണ്ടി എന്ന് പറഞ്ഞ ഒരു ഗ്രാമം
നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചിത്രത്തിൽ ഒരു ചെറിയൊരു സസ്പെൻസ് എന്ന് പറയാൻ തന്നെ അത് തന്നെയാണ്. ഒന്നിന് മുകളിൽ വേറൊന്നായിട്ട്, അതും ശ്രീ അനിൽ രാധാകൃഷ്ണ മേനോൻ പറഞ്ഞ പോലെ ക്ലാസ് ഡിവിഷൻ കൃത്യമായിട്ട് കണക്കാക്കുന്ന തരത്തിലുള്ള ഒരു നിർമ്മിതിയും കൂടിയാണ് ആർട്ടിന്റെ. എത്രത്തോളം സഹായം ഉണ്ടായിരുന്നു ആർട്ടിന്റെ ഭാഗത്തുനിന്ന് ആ ഡയറക്ഷൻ? അതായത് നമ്മൾ ഉദ്ദേശിച്ച ചെയ്ത് കിട്ടിയിരുന്നോ? ഉദ്ദേശിച്ചതിന് ഒരു 2 ലെവൽ ജാസ്തി എനിക്ക് കിട്ടിയെന്നുണ്ട്. കാരണം ഞാൻ ജ്യോതിഷിൻ്റെ അടുത്ത് അത് ഓൾമോസ്റ്റ് ഒരു 4-5 മാസം അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ആദ്യം അതിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി കാണിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് ആണ് ഈ ഗ്രാമം എനിക്ക് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അത് ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ്റെ അവസാനത്തെ ഭാഗത്താണ് പോയി കാണുന്നത്. അത് ഇറ്റ് വാസ് വെരി ഇമോഷണൽ. കാരണം നമ്മൾ മനസ്സിലുള്ളൊരു കാര്യം മുന്നിൽ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എൻ്റെ ആർട്ട് ടീം സംതിങ് വെരി ബ്രില്യൻറ്റ്. ലോർഡ് ലിവിങ്സ്റ്റൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 7000 കണ്ടി. അത് ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പഴയ മലയാളം വാക്കുകൾ ഈ മറന്നുപോയ കുറേ വാക്കുകളുണ്ട്. അപ്പം ഈ കണ്ടി എന്ന് പറയണത് പിന്നെ ഇപ്പം അതിൽ വേൺചേട്ടൻ പറയണ ഒരു ഇതുണ്ട്. എൻ്റെ മുത്തശ്ശൻ്റെ തറവാടിൻ്റെ പേര് ചക്കച്ചങ്കണ്ടി എന്നാണ്. അത് എൻ്റെ മുത്തശ്ശൻ്റെ തറവാടിൻ്റെ പേര് ചക്കച്ചങ്കണ്ടി എന്നാണ്. അപ്പോൾ അത് മാതിരി ഇപ്പോൾ വടക്കൻ മലബാറിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ സ്ഥലത്തിൻ്റെ പേരും ഈ അഞ്ചരക്കണ്ടി അങ്ങനെ പല പേരുകളുണ്ട്. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഡെറിഗേറ്റീവ്. അത് ആൾക്കാരെന്തിനാണ് അങ്ങനെ രൂപമാക്കി മാറ്റിയിട്ടുള്ളതെന്ന് അറിയില്ല. അപ്പോൾ അതൊന്നും പിന്നെ എന്താണ് പറയുക, എനിക്ക് ഒന്നും മനസ്സിലാക്കി കൊടുക്കേണ്ടി വന്നു. അത്രയും നമ്മൾ മണ്ണായാലും വിണ്ണായാലും നമ്മൾ നിൽക്കുന്ന സ്ഥലമായാലും സംരക്ഷിക്കേണ്ടത് ഒരു ആവശ്യകത തന്നെയാണ്. അതിനൊരു ഫിലിം മേക്കർ മുന്നോട്ട് വരുന്നതും ഒരു വലിയ ദൗത്യമായിട്ട് തന്നെ കാണണം. പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ട് ആമസോൺ കാടുകളായാലും അവിടെയുള്ള ട്രൈബൽസിനെ സംരക്ഷിക്കുന്നത് ഒരു ഭരണകൂടമാണ്. അവർക്ക് പുറം ലോകമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യവും ഒരുക്കുന്നില്ല. പുറം ലോകത്തിന് അവരെ ആക്സസബിൾ അല്ല. അങ്ങനെ ഒരു സ്ഥിതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് പക്ഷെ നമ്മുടെ ഈ സിനിമയിൽ ഒരു കാട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ സംരക്ഷിക്കാൻ പുറത്തുനിന്ന് കുറച്ച് പേര് വരേണ്ടി വന്നു. ഇല്ല, ഇതിൽ പിന്നെ ഞാൻ ഈ കാട്ടിനുള്ള ഗ്രാമം എന്ന് പറയണത് ഓൺലി ദ സീക്രറ്റ്സ് ഓഫ് ദ ഫോറസ്റ്റ്. എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ല. അതൊരു ഗ്രാമമാക്കി ഞാൻ അത് വിഷ്വലൈസ് ചെയ്തു, കുറച്ചുകൂടെ സംവദിക്കാൻ വേണ്ടി ആളുകൾ. അതെ. അപ്പം പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ പല റെയർ മെഡിസിനൽ പ്ലാന്റ്സ് ആയിരിക്കാം. അപ്പോൾ ആ ട്രഷർ എന്ന് പറയുന്ന ഗ്രാമത്തിനെ ഞാൻ കാണിച്ച് ഇതൊക്കെ ആയിട്ടാണ് സിംബിളൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രാമം സൃഷ്ടിച്ചത് ഇറ്റ്സ് നോട്ട് ഫോർ അപ്പോൾ അങ്ങനത്തെ സീക്രറ്റ്സ് ഉണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് അങ്ങനെ ഒരു പെർട്ടിക്കുലർ ട്രൈബിന് വേണ്ടിയിട്ടല്ല. ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ ഇങ്ങനെ ഒരു സിനിമ എടുക്കണം എന്നുള്ളത് ഒരു സമൂഹത്തിനോട് ഉള്ളൊരു ഉത്തരവാദിത്തമായിട്ട് കരുതിയിട്ടാണോ? ഒരു ഇതെന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ എനിക്ക് ഞാൻ ഒരു കണക്കിന് പറയുക വെച്ചാൽ ഞാനൊരു ഭീരുവാണ്. ഐ എം സ്കെയർഡ് ഓഫ് തിങ്സ്. ഐ എം സ്കെയർഡ് ഓഫ് അതായത് ഒരു സമരത്തിന് പോയിരിക്കാനോ സമരപന്തലിൽ ഇരിക്കാനോ അല്ലെങ്കിൽ സത്യാഗ്രഹം നടക്കാനോ ഒരു അതൊന്നും എനിക്ക് അതിനൊന്നുള്ള ധൈര്യമില്ല. എനിക്ക് അറിയുന്ന ഒരു മീഡിയം ഇപ്പോൾ സിനിമയാണ്. അപ്പോൾ അതിൽ കൂടെയെങ്കിലും വാട്ട് ഐ മെൻ ടു സേ, വാട്ട് ഐ വോണ്ട് ടു സേ, എനിക്ക് അതിൽ കൂടെയെങ്കിലും ഒന്ന് കാണിക്കാം എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഉള്ളിലുള്ള ഈ പേടിയാണ് ഞാൻ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ചിത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചും കൂടി PFX ആയാലും എല്ലാം മികച്ചു നിൽക്കുന്ന ആ ഒരു വിഭാഗത്തെ കൂടി ഒന്ന് പരിചയപ്പെടും. ഇത് ക്യാമറ എൻ്റെ 3 സിനിമയും ചെയ്തിട്ടുള്ള ജയേഷ് നായരാണ്. പിന്നെ ഇതിൽ ജ്യോതി ശങ്കറാണ് ആർട്ട് ചെയ്തിട്ടുള്ളത്. സ്റ്റെഫി സേവിയർ ഒരു പുതിയ കുട്ടിയാണ്. ആ കുട്ടിയാണ് കോസ്റ്റ്യൂംസ്. സ്റ്റെഫി ഇവിടെ വന്നിരുന്നു. പിന്നെ അതുമാതിരി റോണക് സേവിയർ ആണ് ഇതിൻ്റെ മേക്കപ്പ്. കൂടാതെ ഇതിൻ്റെ CG പാർട്ട്, അതായത് അത് കാട്ടിൽ പോയി കഴിഞ്ഞു വെച്ചാൽ നമുക്ക് അതിലത്തെ മൃഗങ്ങൾ എന്തായാലും കാണിക്കണം. അപ്പം അത് ഇറ്റ്സ് നോട്ട് പെർമിസിബിൾ. അപ്പം അതുകൊണ്ട് പിന്നെ ഒരു ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ മൃഗങ്ങളെയാണ് കാണിക്കാനായിരുന്നു ശ്രമിച്ചത്. അപ്പോൾ അത് ചെയ്തത് പിന്നെ സർക്കസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈദരാബാദ് ബേസ്ഡ് കമ്പനിയിലെ ആർട്ടിസ്റ്റാണ്. അവർ ഇതിന് മുന്നേ കുറേ ഹോളിവുഡ് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയ്ക്ക് പിന്നെ പ്രീ പ്രൊഡക്ഷൻ മുതൽക്ക് CGക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്തിട്ട്
ചെയ്തിട്ടുണ്ടാവും. കാരണം എപ്പോഴും നമ്മളെ ഇന്ത്യൻ സിനിമാസിൽ ഈ CG ഏറ്റവും അവസാനം ചെയ്യണ ഒരു കാര്യമാണ് ഇത്. പക്ഷെ പിന്നെ ഞാൻ ഓൾറെഡി ആ ഒരു ഫീൽഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എനിക്കൊരു 10 കൊല്ലം അതിലുള്ള എക്സ്പീരിയൻസ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ആദ്യം മുതൽക്കേ അതിനുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതുമാതിരി എഡിറ്റിംഗ് മനോജ് കണ്ണൂർ, മ്യൂസിക് RX വിജയൻ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ സുഷിൻ ശ്യാം, അങ്ങനൊരു വലിയ നോർത്ത് കാലത്തിൽ വന്നിട്ട് കൃത്യമായിട്ട് ശ്രീ അനിൽ രാധാകൃഷ്ണ മേനോൻ ഒരു തട്ടകം ഉണ്ടാക്കിയെടുത്തു. അടുത്ത സിനിമ സപ്തമശ്രീ തസ്കരയാവുമ്പം അവിടെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. തീർച്ചയായിട്ടും ഒരു ധൈര്യത്തോടെ, അല്ലെങ്കിൽ ഇനി സമൂഹത്തിനോടൊരു ഉത്തരവാദിത്വം എന്നുള്ള രീതിയിൽ, ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ സ്വന്തം മനസാക്ഷിയോടൊരു നീതി പുലർത്താൻ വേണ്ടി ഒരു ലോർഡ് ലിവിങ്സ്റ്റൺ 7000 കണ്ടിയും വന്നു. ഈ 3 മൂവീസ് ആയാലും അതിൻ്റെ ഒരു പ്രധാന ഘടകം അതിൻ്റെ പ്രൊഡ്യൂസേഴ്സാണ്. ആദ്യത്തെ മൂവി ചെയ്തിട്ടുള്ള E4 എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഒരു നോവീസ്, ഒരു പുതിയ ഒരാളുടെ മുകളിൽ ഒരു ധൈര്യം, അപ്പോൾ അത് അവർ എനിക്ക് ചെയ്തെന്നുള്ള വലിയൊരു ഉപകാരമാണ്. രണ്ടാമത്തത് പിന്നെ ഇങ്ങനത്തെ ഒരു കമേഴ്ഷ്യൽ സിനിമ ചെയ്യാൻ വന്നത് ഓഗസ്റ്റ് സിനിമാസാണ്. ഈ മൂന്നാമത്തത് ഈ ഗ്ലോബൽ യുണൈറ്റഡ് മീഡിയ. അപ്പം അവർ എൻ്റെ സിനിമ ചെയ്യാനാണ് വന്നത്. ആദ്യം ഞാൻ ഈ സബ്ജക്റ്റ് പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പം അവർ പിന്നെ അതിന് തയ്യാറായിട്ടാണ് അവരും. അപ്പോൾ ഈ ഒന്നാമത്തെ നല്ല പ്രൊഡ്യൂസേഴ്സിന് കിട്ടിയിട്ടുള്ള ഒരു കാര്യം, പിന്നെ പുതിയ ആശയങ്ങൾ ചെയ്യാൻ തയ്യാറായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ സിനിമ ചെയ്യാൻ പറ്റുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് ശ്രീ അനിൽ രാധാകൃഷ്ണ മേനോൻ ധൂമിൽ അതിഥിയായി എത്തിയതിന്. ലോർഡ് ലിവിങ്സ്റ്റൺ 7000 കണ്ടി പോലുള്ള സിനിമകൾ നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ വരുന്ന തലമുറയ്ക്ക് ഈ മണ്ണ് വാസയോഗ്യമാക്കണം എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു സിനിമ കൂടിയാണ്. ഇത്തരം സിനിമകൾ ഇനിയും ഭാവിയിൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, അതിനായിട്ട് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു.